ഹേ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിലൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അയ്യോ ചേടാ, ഇപ്പം ശരിയായല്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരു സെക്കൻഡ്, കണ്ടോ കണ്ടോ, ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഇതാണ് അവസ്ഥ. സ്വിഗ്ഗിയിൽ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്ററി ഡ്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ ഷോറൂമിൽ പോയി പരാതി പറഞ്ഞു, ഭയങ്കര പ്രശ്നമാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഈ സംഭവം എല്ലാം ഇളക്കി അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീ സെറ്റ് ഉണ്ടല്ലോ, ഇത് മാറ്റണമെന്നാണ് പറഞ്ഞത്. ഇത് മാറ്റാനായിട്ട് ഏകദേശം 2500 രൂപ വരുന്നുണ്ട്. ഒറിജിനൽ യമഹയുടെ തന്നെ MD വെർഷൻ 2 വേണ്ടിയിട്ടുള്ള ആ കീ സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. അപ്പോൾ ഞാൻ ലോക്കൽ ഷോപ്പിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാലം കിടക്കും, അതിലൊരു ഗ്യാരണ്ടി അവർ തരുന്നില്ല. അത് വന്നിട്ട് 800 രൂപ 600 രൂപ പ്രൈസിൽ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടിയല്ലേ, അപ്പോൾ കുറച്ച് കാലം ഓടട്ടെ എന്നുള്ള ഇതിൽ 500 രൂപ എടുത്ത് ബുക്ക് ചെയ്തു. അത് ഷോറൂമുകാർ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇതിപ്പോൾ 2 ആഴ്ച ആകുമ്പോൾ 10 ദിവസത്തിനകത്ത് സാധനം വരുമെന്ന് പറഞ്ഞ് ഇതുവരെയും വിളിച്ചില്ല. ഇത് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. കാരണം കീ സെറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് മാറ്റുക എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു പോയിൻ്റ് മാത്രം മാറ്റാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞു. ഈ ഒരു കീ നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നില്ല, ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. പിന്നെ ഇത് ഈ ഒരു സാധനം, കാരണം ഇങ്ങനെ മാറ്റിയാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ആ സെറ്റോടെ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം ഇതിപ്പോൾ കീ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓണാവുന്നുണ്ട്, പക്ഷേ കുറച്ച് നേരം മുന്നേ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, കുറച്ച് മുമ്പേ ഓണാക്കാൻ നോക്കിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലും കൂടെ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആവുന്നുണ്ട് ചില ടൈമിൽ. കാരണം ഈ അനക്കം കിട്ടുമല്ലോ, കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ ടൈമിൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ പുറകെ നിന്ന് വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. ഇടയ്ക്ക് ഒരു തട്ട് കിട്ടി ഒരു ഓട്ടോക്കാരൻ്റെ. അത് നീ എങ്ങനെ കണ്ടു? നിന്റെ നെഞ്ചിലും മരട് വെടിക്കിട്ട് കിടക്കണ എനിക്കിവിടെ കേൾക്കാം. സോ ഇത് സേഫ് അല്ല. MDയിൽ പല മോഡൽസിലും ഇതുപോലെ വരുന്നുണ്ട്. വെർഷൻ 2 മോഡൽസിലാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ MD എടുക്കാൻ പോകുന്നവർ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഈ ഒരു പ്രശ്നം പല ഇതിലും വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ, അത് ഇതിവിടെ റേ ഇരിപ്പുണ്ട്, എൻ്റെ പഴയ റേ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന റേ വെർഷൻ 2 ഹൈബ്രിഡ് എഡിഷനിൽ ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബ്ലൂടൂത്ത് ഡിവൈസ് ഇനേബിൾഡ് ആയിട്ടുള്ള യമഹയുടെ മിക്ക വണ്ടികളിലും ഈ ഒരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം MDയിലാണ് മെയിനായിട്ട് ഈ വെർഷൻ 2 MDയിലാണ് കൂടുതൽ അത് ഫേസ് ചെയ്യുന്നത്. കാരണം ഈ ബ്ലൂടൂത്ത് ഡിവൈസ് വേണ്ടാത്തവർ അത് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബാറ്ററി നല്ലോണം ഡ്രെയിൻ ആകും. ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ 3ാമത്തെ ബാറ്ററിയാണ് ഞാൻ മാറ്റിയിട്ടേക്കുന്നത്. അതൊരു വലിയ കഥ, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വായിൽ ചീത്ത വരും. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് 3 പ്രാവശ്യം ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ടാണ് മാറ്റിയത്. സോ ഈ ഒരു പ്രശ്നം എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ചില MDയിലൊക്കെ വരുന്നുണ്ട്, എനിക്കറിയില്ല എത്ര പേർക്കുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഈ ഒരു പ്രോബ്ലം കുറച്ച് ദിവസമായിട്ടുണ്ട്. അത് 2 പ്രാവശ്യം സർവീസ് ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, മാറ്റി തന്നു. പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പോയി കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ വണ്ടി ഫുള്ള് ഇളക്കി എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു കീ സെറ്റ് മാറ്റണമെന്ന് പറഞ്ഞത്. എന്തായാലും മാറ്റാനായിട്ടുള്ള ഇത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോ ഞാൻ ഇത് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഡെലിവറി വീഡിയോസൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണും. കാരണം ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ, ക്യാമറ സെറ്റായില്ല. അപ്പോൾ അതിന് റെൻറ്റിന് എടുത്താലേ എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ മൈക്കും ക്വാളിറ്റി കാണത്തില്ല, ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ അപ്കമിങ് വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ബൈ. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.